കേരളത്തിൽ പുതുതായി വരുന്ന 45 മീറ്റർ വീതിയുള്ള 6 വരി പാതയിലൂടെ സേഫായി എങ്ങനെ വാഹനം ഓടിക്കാമെന്നും എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും എന്താണെന്നും അതുപോലെ ഹൈവേയിലെ ലൈൻ ഡിസിപ്ലിൻ എന്താണെന്നും ഈ ഒരു ചെറിയ 3D ആനിമേഷൻ വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിലൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു മെർജിംഗ് പോയിന്റ്. അതിന് പരിഹാരമായി എക്സിറ്റിന് വേറെ പോയിന്റും എൻട്രിക്ക് വേറെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. ഇതൊരു എൻട്രി പോയിന്റാണ്. സർവീസ് റോഡിൽ നിന്ന് ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാവും. ഇതിലൂടെയാണ് വാഹനം ഹൈവേയിലേക്ക് എൻട്രി ചെയ്യേണ്ടത്. എൻട്രി പോയിന്റിന്റെയും എക്സിറ്റ് പോയിന്റിന്റെയും അടുത്തായുള്ള ഹസാർഡ് ലൈനിന്റെ മുകളിൽ ഒരു കാരണവശാലും വാഹനം കയറ്റാനോ പാർക്ക് ചെയ്യാനോ പാടുള്ളതല്ല. അതുപോലെ ഹൈവേയിൽ നിന്ന് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവേണ്ട വാഹനങ്ങൾക്ക് എക്സിറ്റ് ആവാനുള്ള സൗകര്യവും ഇതുപോലെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്സിറ്റ് ആവേണ്ട സ്ഥലത്ത് നിന്ന് എൻട്രി ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഫൈൻ കിട്ടിയേക്കും. അതുമാത്രമല്ല, അങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ ആക്സിഡന്റ് വല്ലതും പറ്റിയാൽ ഇൻഷുറൻസ് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. സർവീസ് റോഡ് കൂടാതെ ഈ 6 വരി പാതയിൽ ഓരോ വശത്തേക്കും 3 വരി വീതമാണുള്ളത്. അതിൽ ഒന്നാമത്തെ വരി, അതായത് ഇടതുവശത്തെ വരി, വേഗത കുറഞ്ഞ വാഹനങ്ങൾക്കും ഹെവി വാഹനങ്ങൾക്കും അനുവദിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തെ വരി, ഒന്നാമത്തെ വരിയിൽ തന്റെ മുന്നിൽ ഓടുന്ന വാഹനത്തെ മറികടക്കാനും വേഗത കൂടുതൽ അനുവദിക്കപ്പെട്ട വാഹനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. മൂന്നാമത്തെ വരി എന്ന് പറയുന്നത് രണ്ടാമത്തെ വരിയിൽ തന്റെ മുന്നിൽ ഓടുന്ന വാഹനങ്ങളെ മറികടക്കാനും എമർജൻസി വാഹനങ്ങൾക്കുമായി മാറ്റിവെച്ചതാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ തന്റെ മുന്നിലെ വാഹനത്തെ മറികടന്നു കഴിഞ്ഞാൽ തനിക്ക് അനുവദിച്ച വരിയിലേക്ക് വാഹനം തിരിച്ചു വരേണ്ടതാണ്.